സോ ഹായ് ഓൾ, ഇറ്റ്സ് മീ മുഹമ്മദ് നജീം നാസറഗൻ. അപ്പോൾ നമ്മുടെ ചാർട്ട് വിത്ത് TSPയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ നമ്മൾ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ട്രാവലിംഗിലായിരിക്കും, എനിക്ക് ലൈവ് ട്രേഡിംഗ് സെഷനിൽ ഇരിക്കാൻ പറ്റില്ല. ഞാനും ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്തിട്ടില്ല. പക്ഷേ കംപ്ലീറ്റ്ലി നമ്മളെ സ്റ്റഡി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് എക്സാക്ട്ലി അതുപോലൊക്കെ ഓൾമോസ്റ്റ് നടന്നിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റും, കംപ്ലീറ്റ്ലി ഒരു 100% ആക്യുറൻസി അല്ലെങ്കിൽ ഒരു 99% ആക്യുറസി വരുത്തണം. അല്ലെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾക്ക് നമ്മുടെ വ്യൂവിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ അത് അപ്പോൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ ലൈവ് മാർക്കറ്റിൽ വേണം. ഞാനൊന്നില്ലായിരുന്നു. അതില്ലാത്ത പക്ഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇന്നലെ നമ്മൾ പറഞ്ഞ ഏകദേശം അതുപോലെ തന്നെയാണ് നടന്നത്. ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് കാണാം. നിഫ്റ്റിയുടെ വീക്ക്ലി CPR പ്ലസ് ആ ഒരു 1 hour ക്യാൻഡിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇവിടെ ഓപ്പൺ ആയി. അപ്പോൾ ഇവിടെ ഓപ്പൺ ആവുന്നതിനുപരിയായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നതാണ്, കഴിഞ്ഞ ആഴ്ചത്തെ CPRനെ വിഴുങ്ങിക്കൊണ്ടാണ് ഈ ആഴ്ചത്തെ ഒരു CPR വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ നിഫ്റ്റിയുടെ CPR അത്യാവശ്യം വൈഡുമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂസിനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്തിനേക്കാളും ബേസ് ചെയ്തോ ഒക്കെ മാർക്കറ്റ് പല രീതിയിൽ ഓപ്പൺ ആവാം. അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാം. പക്ഷെ ആസ് എൻ ഇൻട്രാഡേ പ്ലെയർ നമ്മൾ അതിലൊന്നും വിഷമിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിരുന്നാൽ എവിടെ എങ്ങനെ ട്രേഡ് എടുക്കണോ എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. ഈ ആഴ്ച ഇപ്പോഴും ഞാൻ എൻ്റെ വ്യൂ പറയുന്നു, ഈ ആഴ്ച ഇനിയിപ്പോൾ നിഫ്റ്റി കയറിപ്പോൾ എന്തായാലും ഈ ആഴ്ചയ്ക്ക് തീരുന്നതിന് മുമ്പ് തന്നെ നിഫ്റ്റി ഒന്ന് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നിഫ്റ്റി എന്തായാലും ഈ ആഴ്ച ഒരു കൺസോൾട്ടേഷൻ മോഡ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. അല്ലാതെ ഭീകരമായിട്ടൊരു വൺ സൈഡ് മൂവ്മെന്റ് എന്തായാലും നടക്കാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ നമുക്ക് ഈ ആഴ്ചത്തെ കാര്യം ഒന്ന് സംസാരിക്കാം. ഈ ആഴ്ചത്തെ കാര്യം ആക്ച്വലി കഴിഞ്ഞ ആഴ്ചത്തെ ഒരു മണി സോൺ ഏരിയയിലാണ് ബാങ്ക് നിഫ്റ്റി ഈ ആഴ്ച ഓപ്പൺ ആയത്. എന്നാൽ ഭീകരമായിട്ടുള്ള അങ്ങനെ വൈഡ് CPRോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം മൂവ്മെന്റ് നടക്കാൻ കെൽപ്പുള്ളൊരു CPR തന്നെയാണ് സത്യത്തിൽ ബാങ്ക് നിഫ്റ്റിയുടേത്. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുന്ന, എന്നാലും ഈ ആഴ്ച പൊതുവെ അങ്ങനെ ഒരു ഭീകരമായിട്ടുള്ള മൂവ്മെന്റ് ഇനി പ്രതീക്ഷിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നമ്മൾ ഓവറോൾ എടുത്ത് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി പ്ലസ് 563, നിഫ്റ്റി 194. പക്ഷെ ഇതിനകത്ത് നമുക്കറിയാം ഇത് അത്യാവശ്യം മാന്യമുള്ളൊരു ഗ്യാപ്പ് അപ്പ് തന്നതാണ്. ആ ഗ്യാപ്പ് അപ്പ് തന്നിട്ട് അതിനനുസരിച്ച് ഇത് കയറിപ്പോയൊരു സംഭവമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 40,966 ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഓൾമോസ്റ്റ് 200-210 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം കണ്ടോ ഒരു കൺസോൾട്ടേഷൻ വിത്ത് എ പോസിറ്റീവ് ബയാസ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അല്ല ഇതൊന്നും ഒരു ട്രെൻഡ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞാണ് ഈ ഒരു വയലറ്റ് ഏരിയ നിങ്ങൾക്ക് ഇന്നലെ എസ്പെഷ്യലി എടുത്തു പറഞ്ഞ കാര്യമാണ്. വയലറ്റ് ഏരിയ 41,250 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ആ വയലറ്റ് ഏരിയ ഇങ്ങനെ ചരിഞ്ഞ് പൊക്കോണ്ടിരിക്കുന്നത്. അതൊരു ട്രെൻഡ് ലൈൻ ആണ് ആക്ച്വലി. എഗൈൻ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, 2007 മുതൽ 2022 വരെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മന്ത്ലി ക്യാൻഡിൽ പ്ലോട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ആ ട്രെൻഡ് ആയിരുന്നു എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റി ഒരു 1 ഡേ കൊണ്ട് തന്നെ ഒരു 1300 പോയിന്റ് കയറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ ഒരു അന്നത്തെ ദിവസമാണ് ഇത് ബ്രേക്ക് ചെയ്ത് കയറിയത്. അതിനുശേഷം പിറ്റേ ദിവസം ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിട്ട് അത് അതുപോലെ ഇറങ്ങി വന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ അത് ഫസ്റ്റ് ക്യാൻഡിന്റെ സ്ട്രെങ്ത് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ലൈവ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ 100% നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നൊരു കൺസോൾട്ടേഷൻ മോഡിലായിരിക്കും. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ വെർജിൻ CPRന്റെ ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്തു. പക്ഷെ ഈ ഒരു ക്യാൻഡിൽ ഇത്രയും സ്ട്രെങ്ത് അല്ല, ഒരു ചെറിയ വിക്കലിന് തന്നിട്ടുണ്ടെങ്കിൽ പേഴ്സണലി ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയാണ്, ഞാനായിരുന്നെങ്കിൽ ട്രേഡ് എടുത്തേനെ. എന്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ച് ഹിറ്റ് ആയനായിരുന്നു. ഞാൻ ലൈവിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് ഞാൻ പക്ഷേ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ട്രേഡ് എടുത്തില്ല. ആ ഒരു സമയത്ത് എനിക്ക് ഓയും കൂടെ സപ്പോർട്ട് ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ട്രേഡ് എടുക്കും, ഒരു സംശയമില്ല. കാര്യം വേറെ ഒന്നുമല്ല, ഇത് നല്ലൊരു ലെവലാണ്. കൂടാതെ തന്നെ ഇന്നൊരു സെന്റിമെന്റ് ചേഞ്ച് ചെയ്ത് ഗ്യാപ്പ് അപ്പിന്റെ ഇതിൽ നിഫ്റ്റി ഓപ്പൺ ആയപ്പോൾ അതിന് ആനുപാതികമായിട്ട് ഓപ്പൺ ആയതാണ് ബാങ്ക് നിഫ്റ്റി. അപ്പോൾ ഒരു വെർജിൻ CPR ഉറപ്പായിട്ടും അത് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഒരുപാട് ദിവസം ബാക്കിലോട്ടുള്ള വെർജിൻ CPR അല്ല, മിനിങ്ങാനത്തെ വെർജിൻ CPR ആണ്. സോ അത് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഞാൻ എന്തായാലും മോസ്റ്റ് പ്രോബബ്ലി ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തേനായിരുന്നു. അതായത് ഈ ഒരു ലെവലിലൊക്കെ ഉള്ള ഒരു 41,500 കോൾ ഓപ്ഷൻ ഒക്കെ ഞാൻ സെല്ല് ചെയ്യും. ഉറപ്പായിട്ട് ഈ ബ്രേക്ക് ചെയ്ത് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അവിടെ വെച്ച് എന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും, ഞാൻ ഇറങ്ങും. ഇതായിരിക്കും മോസ്റ്റ് പ്രോബ്ലി നടക്കുന്നത്. പക്ഷെ ഇന്നത്തെ ദിവസം എന്തായാലും എനിക്കറിയാം, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഒരു കൺസോൾട്ടേഷൻ മോഡായിരിക്കും. ഞാൻ വീണ്ടും പറയാണ്, ഈ ആഴ്ച ഭീകരമായിട്ടൊരു അപ്സൈഡ് റാലി എന്തായാലും കാണാൻ സാധ്യതയില്ല. ഐദർ ഇറ്റ് വിൽ ബി എ റേഞ്ച് ബൗണ്ട്, അല്ലെങ്കിൽ എന്താ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതുപോലൊരു കൺസോൾട്ടേഷൻ വിത്ത് എ പോസിറ്റീവ് ബയസ്, അല്ലെങ്കിൽ അത്യാവശ്യം മാന്യമായുള്ള ഒരു ഇറക്കം, ഇങ്ങനെ പറയാൻ പറ്റും. അല്ലാതെ ഒരിക്കലും ഈ ആഴ്ച ഇങ്ങനെ കയറി പോകുന്നു ഒരിക്കലും ഞാൻ പറയുന്നില്ല. കൂടുതലും സാധ്യത ഈ ആഴ്ച നിഫ്റ്റി കൺസോൾട്ടേഷൻ ആവാനും ബാങ്ക് നിഫ്റ്റി അതിനെ
ഇങ്ങനെ ഫൈറ്റ് ചെയ്യും, ഒന്ന് കയറും, വീണ്ടും ഇറങ്ങി വരും, ഒന്ന് ഫൈറ്റ് ചെയ്യും, വീണ്ടും കയറും, ഒന്ന് ഇറങ്ങി വരും. ആ ഒരു സെറ്റപ്പിൽ നിൽക്കാനാണ് ബാങ്ക് നിഫ്റ്റിയുടെ സാധ്യത. ഈ ആഴ്ച അതിനാണ് സാധ്യത എന്ന് പറയുന്നത്. അപ്പൊ നാളത്തെ ദിവസം കുറച്ചുകൂടെ ക്രൂഷ്യൽ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഈ ആഴ്ച വലിയ പാടൊന്നും കാണില്ല. നിങ്ങൾ ഓപ്ഷൻ സെല്ലിങ്ങും കൂടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു വീക്ക് ആയിരിക്കും ഇതെന്ന് പറയുന്നത്. അതിന് നിഫ്റ്റിയുടെ കുറച്ച് പോയിന്റ്സ് ഞാനിവിടെ ഷെയർ ചെയ്യാം. 18,116 എന്ന് പറയുന്ന പോയിന്റ് ആണ് നിഫ്റ്റിയുടെ ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ഹൈ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇവിടുന്ന് ഒരു സെല്ലിംഗ് സോണും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സെല്ലിംഗ് സോൺ എന്തുകൊണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തപ്പോൾ നിഫ്റ്റി ഇറങ്ങി വന്നില്ല, അതേ സമയത്ത് നിഫ്റ്റിയും ഇറങ്ങി തുടങ്ങി ഈ ഒരു പോയിന്റിൽ നിന്നാണ്. അപ്പൊ ഇത് എന്തായാലും ക്രൂഷ്യൽ ആണ്. പിന്നെ ഈ വെർജിൻ CPIന്റെ പവർ കഴിഞ്ഞു. ഇന്നത്തെ ദിവസം അത് റെസ്പെക്ട് ചെയ്തു ക്ലിയർ ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കായിരുന്നു. ഇന്നലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിരുന്ന പോയിന്റ്സ് ആണ് ഇതൊക്കെ. ഇനി ഈ ഇന്നത്തെ ദിവസത്തെ ഗ്യാപ്പ്, അതായത് ഇന്നലത്തെ ദിവസത്തെ പ്രീവിയസ് ഡേ ഹൈയിൽ നിന്നും ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രീവിയസ് ഡേ ലോ, അതാണ് നമ്മൾ ഗ്യാപ്പായിട്ട് മാർക്ക് ചെയ്യുന്നത്. ആ ഒരു ഗ്യാപ്പ് നാളത്തെ ദിവസം ഫില്ല് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കൂടുതലും ഈ ആഴ്ച അത് ഫില്ല് ചെയ്യാനായിട്ടാണ് എൻ്റെ ഒരു മനസ്സിൽ കൂടുതലും സാധ്യത കാണുന്നത്. ഞാൻ മുകളിലോട്ടുള്ള മൂവ്മെന്റ് സത്യത്തിൽ പ്രതീക്ഷിക്കുന്നില്ല, അത് നിഫ്റ്റിക്കാലും ബാങ്ക് നിഫ്റ്റിക്കാലും. എന്നാൽ ബാങ്ക് നിഫ്റ്റി ശക്തമായിട്ട് ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്താണ് കയറി നിൽക്കുന്നതെന്ന് എനിക്ക് നല്ല വൃത്തിക്കാര്യം ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ ഈ ഒരു ട്രെൻഡ് ലൈൻ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തു നിന്നു. അതിനുശേഷം അത് വൈകിട്ട് വരെയും അത് മെയിൻറ്റെയിൻ ചെയ്ത് നിന്നു. വളരെ നല്ല കാര്യമാണ്. വെർജിൻ CPI റെസ്പെക്ട് ചെയ്തില്ല, അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിഫ്റ്റി അത്രത്തോളം കൺസോൾട്ടേറ്റ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു വീക്കാണിത്. അപ്പോൾ അതിനനുസരിച്ച് ബാങ്ക് നിഫ്റ്റിയും കുറച്ച് ഒന്ന് സഹിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കൂടാതെ നമുക്ക് മന്ത്ലി വ്യൂയിലോട്ടും കൂടെ ഒന്ന് പോയി നോക്കാം. കാര്യം ഇനി ഒരാഴ്ചയും കൂടല്ലേ ഉള്ളൂ. അപ്പോൾ നിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ ഓക്കെ, പോയി റെസിസ്റ്റന്റിൽ പോയി തട്ടി തിരിച്ചു വന്നു, തിരിച്ച് വീണ്ടും ഇന്നത്തെ ദിവസം ഇവിടെ കയറി നിൽക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും കൂടിപ്പോയി. അതിനകത്ത് ബാങ്ക് നിഫ്റ്റിയാണ് കൂടുതൽ കേട്ടോ. ഇതാണ്ടേ, ബാങ്ക് നിഫ്റ്റിയാണ് കൂടുതൽ. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ആ ഒരു ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ആക്ച്വലി സെപ്റ്റംബർ 1 ഈ ഫസ്റ്റ് ദിവസം ഞാൻ പറഞ്ഞതാണ്. ബാങ്ക് നിഫ്റ്റി ഈ മാസം ബുള്ളിഷ് ആയിരിക്കും. ഏറ്റവും പവറായിട്ടുള്ള ഒരു ക്യാൻഡിലാണ് സെൻട്രൽ പിവോട്ട് റേഞ്ച് ചെയ്യുന്നത്. അതായത് CPRന്റെ സെൻട്രലിൽ നിന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ മാസം നല്ല രീതിയിൽ പവറാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സെപ്റ്റംബർ 1 തീയതിയിലെ വീഡിയോ നമ്മുടെ ലൈവ് മാർക്കറ്റ് ഈ ചാർട്ട്ബിറ്റ് TSP വീഡിയോ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഞാൻ പറഞ്ഞാണ് ഈ മാസം കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ ബുള്ളിഷ് ആയിരിക്കും. നല്ല റൈഡായിരിക്കും ബാങ്ക് നിഫ്റ്റി തരാൻ പോകുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ തടപടയെന്ന് പറഞ്ഞ് മാസം അവസാനം ആവുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്നുള്ളൊരു മൂവ്മെന്റ് ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ബുള്ളിഷ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇത്രത്തോളം ആയിരിക്കും ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഈ ഒരു വൺ സൈഡ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ ഒരു ഏരിയയിൽ ഇത്രയും കിടന്ന് കൺസോൾട്ടേറ്റ് ആവുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഈ ആഴ്ചയും കൂടെ ഇതുപോലൊന്ന് കൺസോൾട്ടേറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബാങ്ക് നിഫ്റ്റിക്ക്. അത് എന്തുകൊണ്ടെന്നാ പറഞ്ഞാൽ, അത് ഞാൻ നിഫ്റ്റിയുടെ ബേസിലാണ് പറഞ്ഞത്. നിഫ്റ്റിയുടെ വീക്ക്ലി ബേസ് നോക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ബാങ്ക് നിഫ്റ്റിയും അതിന് ആനുപാതികമായിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നാളത്തെ കുറച്ച് ലെവൽസിലോട്ട് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നോക്കുവാണെങ്കിൽ 41,838 എന്ന് പറയുന്ന ലെവൽ എന്ന് പറയുന്നത് ഒരു റീസെന്റ് സ്വിംഗ് ഹൈ ആണ്. അതിന് ആനുപാതികമായിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു സെല്ലിംഗ് സോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, അത് ഓൾ ടൈം ഹൈ ആയിരുന്നു. ആ ഓൾ ടൈം ഹൈന്ന് ടച്ച് ചെയ്തു, എന്നിട്ടാണ് അവിടുന്ന് സെല്ലിംഗ് സോൺ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ അത് മാർക്ക് ചെയ്തിട്ടേക്കുന്നത്. എഗെയിൻ ഒന്നുകൂടെ ഒരു നല്ല പവർഫുൾ ബ്രേക്ക്ഔട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒരു റിജക്ഷൻ ഉള്ള സാധ്യത കൂടുതലാണ് ഈ ആഴ്ച അവിടെ എത്തുവാണെങ്കിൽ. അല്ലെങ്കിൽ അത്രത്തോളം പവർഫുൾ ബ്രേക്ക്ഔട്ട് ആണ് നടക്കാം. അങ്ങനെയാണെങ്കിൽ വീണ്ടും അപ്സൈഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തെ കേസ് പറയുവാണെങ്കിൽ ഈ 41,492 എന്ന് പറയുന്ന ആ ഒരു ഏരിയ, ഈ ഒരു ഏരിയ ഒരു 10-20 പോയിന്റിന്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്, അത് ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തേക്കാം. അത് മണി സോൺ ലെവലാണ്. ഈ പോയിന്റ് ഞാൻ വീണ്ടും പറയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക്ഔട്ട് ചെയ്ത് സത്യത്തിൽ ഇത്രയും നല്ലൊരു ഇമ്പോർട്ടന്റ് പോയിന്റിനെ ബാങ്ക് നിഫ്റ്റി കളിയാക്കിയാണ് ഒരു വിലയും കൊടുക്കാതെ. ഒരു വില എന്തായാലും കൊടുക്കുമെന്ന് നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ വെർജിൻ CPR നിങ്ങൾ മാർക്ക് ചെയ്യുക. പിന്നെ മുകളിലോട്ട് ഇതേ ഉള്ളൂ. നിഫ്റ്റിയിലാണ് നാളെ കുറച്ചുകൂടെ നമുക്ക് കളിക്കാൻ സേഫ് എന്ന് തോന്നുന്നു, ഓപ്ഷൻ സെല്ലിംഗ് ആണെങ്കിൽ മാത്രം. കാര്യം മൂവ്മെന്റ് കുറവായിരിക്കും. പക്ഷേ ആ മൂവ്മെന്റ് കുറവ് കൺസോൾട്ടേഷനിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നത് നിഫ്റ്റിയിലായിരിക്കും. എല്ലാം കൊണ്ടും ഈ ആഴ്ച സത്യത്തിൽ നിഫ്റ്റിയിൽ ഒരു ഓപ്ഷൻ സെല്ലിംഗ് കോമ്പിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് എനിക്ക് ക്ലൈമാക്സിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ
നിഫ്റ്റിയും ഈ പറഞ്ഞ പോലെ സ്വിംഗ് ഹൈ ആണ്, അതുപോലെ സെല്ലിംഗ് സോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ കുറച്ചുകൂടെ ഒരു കൺസോൾട്ടേഷൻ ബിറ്റ് മോഡാണ് ഇന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ ഒരു മണി സോൺ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഗ്യാപ്പ് ആയാലും നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ ഈ ലെവൽ 17,691 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ ഇമ്പോർട്ടന്റ് ലെവലാണ്. പക്ഷേ ഇന്നത് ഒരു ഗ്യാപ്പിന്റെ ആ ഒരു ഏരിയ കിടക്കുന്നതുകൊണ്ട് നാളെ ഇപ്പൊ അങ്ങോട്ട് മാർക്കറ്റ് വന്നാലും ആ ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇവിടം വരെ വന്നിട്ട് പോകാതെ ചിലപ്പോൾ ഫില്ല് ചെയ്തിട്ട് പോകാനുള്ള സാധ്യത തന്നെ ആയിരിക്കും കൂടുതൽ. പിന്നെ വെർജിൻ CPR. അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ വീണ്ടും പറയാണ്, ഈ ഇത്രയും ലെവല് നിങ്ങൾ നാളത്തെ ദിവസവും ഈ പിവറ്റിന്റെ പ്രത്യേകത എന്താണ്, നാളെ ആയാലും മാറാൻ പോകുന്നില്ല. അപ്പൊ നാളത്തെ ദിവസവും നിങ്ങൾ ഇതേ ഏരിയ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. ഈ ഇത്രയും ലെവല് മണീസോ ഈ ഇത്രയും ലെവല് CPR ഉണ്ട്, അതുകൂടാതെ മണി സോൺ അവിടെ തന്നെയാണ്. നടുക്കാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ നോക്കേ, മന്ത്ലി പിവറ്റ് ഇങ്ങോട്ട് വരും, വീക്ക്ലി പിവറ്റ് ഇങ്ങോട്ട് വരും. ഈ പറയുന്ന പോലെ നമുക്ക് 20 മൂവിംഗ് ആവറേജിന്റെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, വെർജിൻ CPR ഇവിടെ ഉണ്ട്. സോ ഇതിനിടയിൽ കിടന്ന് കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, നല്ല രീതിയിൽ ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ വേണ്ട, ചെറിയ രീതിയിലെങ്കിലും ബാങ്ക് നിഫ്റ്റി ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിഫ്റ്റി നല്ല രീതിയിൽ നമുക്ക് കിടന്ന് കൺസോൾട്ടേറ്റ് ആയി തരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇൻട്രാഡേയിൽ ഓപ്ഷൻ സെല്ലിങ് നിഫ്റ്റിയിൽ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ ഈ വീക്കിൽ നമുക്ക് അത്യാവശ്യം മാന്യമുള്ള പ്രോഫിറ്റ് എടുത്തിറങ്ങാൻ പറ്റുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളത് നോക്കുക. പിന്നെ മോസ്റ്റ് പ്രോബബ്ലി ഞാനിപ്പം 2-3 ദിവസം ട്രാവലിംഗ് ആയിരിക്കും. നാളത്തെ ദിവസം എന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ ലൈവ് മാർക്കറ്റിൽ നാളത്തെ ദിവസം ഇരിക്കാൻ ശ്രമിക്കും. കാര്യം നാളെ എവിടെയെങ്കിലും ഒരു സ്റ്റേ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ പുറത്ത് ഒരു 2-3 സ്ഥലത്തായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നാളെയും മറ്റന്നാൾ ഈ വീക്കിലെ എക്സ്പയറിക്ക് എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ചിലപ്പോൾ ഒരു ഫാർ ഔട്ട് ഓഫ് ദ മണിയിൽ പോയി ജസ്റ്റ് നിഫ്റ്റിയുടെ, അതായത് ഈ സ്വിംഗ് ഹൈ ഇല്ലേ, നാളെ വല്ലതും കുറച്ചുകൂടെ ഒന്ന് കയറി കിട്ടുവാണെങ്കിൽ ഈ സ്വിംഗ് ഹൈയുടെ മുകളിലായിട്ട് നാളെ വൈകുന്നേരം അടുപ്പിച്ച് ഞാനൊന്ന് സെല്ല് ചെയ്തിടാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. കോൾ ഓപ്ഷൻ അതാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അല്ലാതെ ഇൻട്രാഡേയിൽ എനിക്ക് നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ട്രേഡ് ചെയ്യാനുള്ള സമയമില്ല. അല്ലാതെ ജസ്റ്റ് ട്രാവലിംഗ് ഒക്കെ ഇരുന്ന് ട്രേഡ് ചെയ്യുന്നതിലൊന്നും ഞാൻ വലുതായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ ട്രേഡ് ചെയ്തപ്പോഴെല്ലാം ലോസ് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ട്രേഡിനെ വളരെ അങ്ങ് സിമ്പിളാക്കി കാണരുത്. പലരും അങ്ങനെ പലതും കാണിക്കും. നമ്മൾ പഠിച്ച കണക്ക് നമുക്ക് ഏറ്റവും ഉചിതമായിട്ട് തോന്നുന്ന രീതികളിൽ മാത്രം ട്രേഡ് ചെയ്ത് പോവുക. ആരെയും നമ്മൾ അനുകരിക്കാൻ നിൽക്കരുത് ട്രേഡിങ്ങിൽ. നിങ്ങൾക്ക് കംഫർട്ട് ഏതാണോ അത് മാത്രം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം സത്യത്തിൽ ഈ ലൈവ് മാർക്കറ്റിനെ കുറിച്ച് ഒരുപാട് ഞാൻ പറയാതെ നാളത്തെ ദിവസത്തിനെ കുറിച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് തന്നെ ഞാൻ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ അതേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഇന്നത്തെ ദിവസം ലൈവ് മാർക്കറ്റിൽ ഇരിക്കാതെ ആ ഒരു മെന്റൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ ആ ഒരു കാൻഡിൽസിന്റെ കറക്റ്റ് പൾസോ കാര്യങ്ങളോ ഒന്നും അറിയാതെ ഞാൻ ചുമ്മാ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് അവിടെ തട്ടിയിട്ട് ഇവിടെ ഇറങ്ങി, ഇവിടെ തട്ടിയിട്ട് ഇവിടെ കയറി എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. എനിക്ക് കൂടുതലും വരാനിരിക്കുന്ന സംഭവങ്ങൾ പറയുന്നതാണ് ഇഷ്ടം. അല്ലാതെ കഴിഞ്ഞ കാര്യങ്ങൾ ഓരോരുത്തർ പറയുന്ന പോലെ അവിടെ തട്ടി ഇറങ്ങി ഇവിടെ തട്ടി ഇറങ്ങി എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ വളരെയധികം വിമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു സെറ്റപ്പിലായി പോയി. ഓഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.